തങ്ങളുടെ മ്യൂസിക് മിനിസ്ട്രിയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന, ദൈവം കൊതിക്കുന്ന രണ്ട് മനുഷ്യർ, ശ്രീ പീറ്റർ ചേരാനല്ലൂരിനെയും ശ്രീ ബേബി ജോൺ കലയന്താരിയെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പോളിച്ചേട്ട, അങ്ങേക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. നിങ്ങളുടെ രണ്ടുപേരുടെ ശരീരത്തോട് ചേർന്ന അവയവം തന്നെയാണ് പോളിയേട്ടൻ. പോളിയേട്ടൻ്റെ ആ ഒരു, നിങ്ങളൊന്ന് കണ്ണ് കാണിച്ചാൽ, നിങ്ങളൊന്ന് ചിരിച്ചാൽ, നിങ്ങളൊന്ന് ആംഗ്യം കാണിച്ചാൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ ഇത്ര പഠിച്ച, ഇത്ര അല്ലെങ്കിൽ ശേഷിയുള്ളൊരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണ് പോളിയേട്ടനെ നിങ്ങളുടെ ഈ ജീവിതത്തിലേക്ക് കണ്ടെത്തിയത്? പോളിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് 93 ലാസ്റ്റാണ് ഈ സായുജ്യം എന്ന് പറയുന്ന ആൽബം. ചുരുക്കത്തിൽ 30 വർഷമായി. 30 വർഷമായി. അപ്പോൾ ആ സമയത്ത് പോളിച്ചേട്ടൻ സായുജ്യം എന്ന ആൽബത്തിൽ കീബോർഡ് വായിക്കാനായിട്ട് ചേതന സ്റ്റുഡിയോയിൽ വന്ന ഒരു സമയത്താണ്. അങ്ങനെയാണ് അത് ഗിഫ്റ്റി ചേട്ടനായിരുന്നു ആ ആൽബത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ. അങ്ങനെ ഗിഫ്റ്റി ചേട്ടനാണ് എന്നെ ചേതനയിൽ എത്തിക്കുന്നതും ചേതന സ്റ്റുഡിയോയിൽ വെച്ച് പോളിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നതും അങ്ങനെയാണ്. അപ്പോൾ ആ ആൽബത്തിൽ കീബോർഡ് വായിച്ചത് പോളിച്ചേട്ടനായിരുന്നു. ആ നാൾ മുതൽ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഓർക്കസ്ട്രേഷനിൽ പോളിച്ചേട്ടനെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിധം, എന്താണ്, പോളിച്ചേട്ടനെ ഞങ്ങളുടെ പാർട്ടായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം ഒരുപാട് കോമ്പോസിഷൻസ് ഞങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്തു. അതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഉണ്ടു ഉറങ്ങി കിടന്നു. അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ പക്ഷേ അതിലും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടു ഉറങ്ങാൻ തുടങ്ങി? ഇല്ല, അതിനുശേഷം ശേഷമാണ്. ഞങ്ങൾ തമ്മിൽ 25 വർഷം ജൂബിലി വർഷം. ഇത് ജൂബിലി വർഷമാണ് നിങ്ങൾ. പോളിച്ചേട്ടനും ഞങ്ങൾ തമ്മിൽ 30 വർഷമായി. ശരി. അതായത് 93 ലാസ്റ്റിലാണ് കാണുന്നത്. എന്തായാലും അത്ഭുതകരമായി, എനിക്കൊന്ന് അനേകായിരങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഉന്മേഷവും ദൈവത്തെ പ്രദാനം ചെയ്യാനൊക്കെ കഴിഞ്ഞ ഒരു വലിയ കൂട്ടുകെട്ട് തന്നെയാണ് നിങ്ങൾ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചൊരു കൂട്ടുകെട്ട് തന്നെയാണ്. അതുപോലെ പീറ്ററേട്ടൻ ഈ ഭക്തിഗാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അത്ര ശുഭകരമല്ലാത്ത പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രണയഗാനങ്ങൾ, അതുപോലെ നാടൻ പാട്ടുകൾ, കുട്ടികളുടെ ഗാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കൂട്ടി വിളക്കി വളരെ പ്രതീക്ഷയോടെ പീറ്ററേട്ടൻ ഇറക്കിയ ഒരു ആൽബമാണ് തെന്നൽ എന്ന് പറയുന്ന ആൽബം. അത് തെന്നിപ്പോയത് ഒരു ദൈവാനുഗ്രഹമാണ്, അത് ഞാൻ ചെയ്യരുതാത്തായിരുന്നു എന്ന് പീറ്ററേട്ടൻ പിന്നീട് പറയുകയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു? ഈ തെന്നൽ എന്ന ആൽബം ഉണ്ടാകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതായത് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചതെല്ലാം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുക്കൽ വന്നിങ്ങനെ ചോദിക്കുമായിരുന്നു, പീറ്ററെ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ, എപ്പോൾ നോക്കിയാൽ ഈ ഡിവോഷനിലും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പീറ്റർ ഇതുപോലെ മറ്റു മേഖലയിലേക്കും പീറ്ററിൻ്റെ കഴിവുകൾ കൊടുക്കുമ്പോഴല്ലേ ആ കഴിവിന് ഒരു പൂർണ്ണത വരുള്ളൂ, അല്ലാതെ ഡിവോഷനിലും മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പൂർണ്ണത വരില്ലല്ലോ. അപ്പോൾ ആദ്യം ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്യുന്ന പാട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നിലൂടെ. ഇങ്ങനെ ആളുകളുടെ ഈ പ്രഷർ കൂടിയപ്പോൾ പിന്നെ ഞാൻ തന്നെ അതെ, നമുക്കൊന്ന് എല്ലാവർക്കും ദൈവം തന്നെയാണല്ലോ കഴിവ് കൊടുത്തിരിക്കുന്നത്, എല്ലാ മേഖലയിലുള്ളവർക്ക് ദൈവം തന്നെയാണ് കഴിവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ നിശ്ചയിക്കുന്ന അവരുടെ പാതയിലൂടെ അവർ പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ പാത ഇതാണ് തിരഞ്ഞെടുത്തത്, അപ്പോൾ എൻ്റെ നിയോഗവും എൻ്റെ വിളിയും ഇവിടെ തന്നെയാണ് എന്ന് കരുതി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ മാറി ചിന്തിച്ച് ഒരു ആൽബം ചെയ്തു. സജി കുര്യാക്കോസ് എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് അന്ന് വന്നിട്ട്, പീറ്ററെ എനിക്കിങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആൽബം, ക്രിസ്ത്യൻ ഡിവോഷണൽ അല്ലാത്ത, മാറി ചിന്തിച്ചുകൊണ്ട് ഒരു ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ആൽബം ചെയ്യണം, പീറ്ററിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം, എനിക്കറിയില്ല എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ കമ്പോസ് ചെയ്തപ്പോൾ അതിൽ എൻ്റെ കൂടെ പാട്ടുകൾ എഴുതാൻ വന്നിരുന്നത് ശബരിമണി, ബിമൽകുമാർ രാമങ്കരി, അതുപോലെ ഒരു OS സുബ്രഹ്മണ്യം, ഇവരെല്ലാം അക്രൈസ്തവരും കൂടിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇരുന്ന് കമ്പോസ് ചെയ്തു. എല്ലാവർക്കും പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു, പലരും പാടി, MG ശ്രീകുമാർ പാടി. ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതെ, അതിനു മുമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ സുജാ ചേച്ചി, ശ്രീകുട്ടൻ ചേട്ടനെ, എല്ലാവരും ഒരുപാട് പേര്. മാർക്കറ്റിൽ ലഭ്യമായ എല്ലാ പ്രഗത്ഭ ഗായകരെ കൊണ്ട് പാടി 9 പാട്ടാണ് 10 പാട്ടാണ് എത്ര കണ്ടും ഉണ്ടായിരുന്നു. അതിൽ 10 ഗാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ തെന്നൽ എന്ന ടൈറ്റിലിട്ട്
റിലീസ് ചെയ്തു. തെന്നലിൽ ബേബിച്ചേട്ടനുണ്ടോ? ഇല്ല. ഇല്ല. തെന്നൽ റിലീസ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തെന്നൽ, അതായത് ഏകദേശം 5000-ലധികം കാസറ്റുകൾ നിർമ്മിച്ചു എന്നും. തെന്നൽ എന്ന കാറ്റിലൂടെ ആ തെന്നൽ അങ്ങനെ പോയി. അതെ, പിന്നീടൊന്നും ഓർമ്മയില്ല. അതെ, പിന്നെ എനിക്ക് ഓർമ്മയില്ല. അത് 5000-ൽ പരം കാസറ്റുകളും 5000-ൽ പരം CD-കളും ഒന്ന് റിലീസ് ചെയ്തായിരുന്നു. പക്ഷേ 4500-ൽ പരം കാസറ്റുകളും 4500-ൽ പരം CD-കളും തിരിച്ചു പോന്നു. അത് റിലീസ് ചെയ്ത് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഇത് റിട്ടേൺ പോന്നു എന്നുള്ളതാണ്. ദൈവം കൃത്യമായിട്ട് പീറ്ററിന് പറഞ്ഞു, പീറ്ററെ നിന്റെ കാസറ്റ് CD എല്ലാം വിൽക്കുന്നത് ഞാനാണ്. അതെ. അല്ല, അപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ തിരിച്ചു വരാനായിട്ട്, കടകളിലൊന്നും ഇത് സെയിലാവുന്നില്ല, തിരിച്ചു വരാനായിട്ട് കാരണം അന്വേഷിച്ച് ഞാനും ഇറങ്ങി. ഞാനൊന്ന് സർവേ നടത്തി. അപ്പോൾ ഒരുപാട് പേരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, അദ്ദേഹം ഒരു അക്രൈസ്തവനാണ്. പീറ്ററിന് നല്ലൊരു കഴിവ് വന്നിട്ടുണ്ടല്ലോ, പീറ്റർ എന്തിനാ വെറുതെ ഇങ്ങനെ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ പോണേ? പീറ്റർ ആ ഡിവോഷണൽ പാട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ജനത്തിന് ഇഷ്ടം. അതുകൊണ്ടായിരിക്കും പലരും അന്ന് ഈ ആൽബത്തിൻ്റെ കവർ പേജിൽ ഞാനിങ്ങനെ ഒരു കീബോർഡൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കണ ഒരു, അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡിവോഷനിലാണെന്ന് തന്നെ കരുതുള്ളൂ. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ച് ഈ CD-കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നോക്കിയപ്പോൾ ഇത് ഡിവോഷനല്ലെന്ന് മനസ്സിലായിട്ട് തെറ്റിദ്ധാരണ വന്നവരെ വാങ്ങിയുള്ളൂ. അതെ, തെറ്റിദ്ധാരണ വന്നവരെ വാങ്ങിയുള്ളൂ. എന്നിട്ട് അത് നേരെ തിരിച്ചുകൊണ്ടുവന്ന് കടകളിൽ കൊടുക്കുകയും ചെയ്ത്, എന്നിട്ട് കടക്കാരോട് ഇവരൊക്കെ പറയാൻ തുടങ്ങി, പീറ്ററിനോട് ഇതുപോലുള്ള ആൽബങ്ങൾ ഇറക്കരുതെന്ന് പറയണം, പീറ്ററിൽ നിന്ന് ഡിവോഷൻ സോങ്സ് തന്നെയാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തെ ആ പാട്ടുകളിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മ്യൂസിക് പിന്നീട് അതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ പാട്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഈ പാട്ടിൻ്റെ പരാജയ കാരണങ്ങൾ തേടി ഇറങ്ങി. അപ്പോൾ ഒരുപാട് പേരുകൾ അവരുടേതായ കമൻറ്റുകൾ പറയാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, പീറ്റർ ഇങ്ങനെ ഒരാൽബം പരാജയപ്പെട്ടു എന്ന് കരുതി വീണ്ടും പരിശ്രമിക്കാതിരിക്കരുത്, ഇതുപോലെ തന്നെ മറ്റ് ആൽബങ്ങളുമൊക്കെ ചെയ്യണം, അപ്പോഴാണ് പീറ്ററിൻ്റെ കഴിവുകൾ ഇതര മേഖലകളിലൂടെ എല്ലാവരും അറിയുള്ളൂ എന്നൊക്കെ പലരും പറയാൻ തുടങ്ങി. കൂടുതലും ആളുകൾ പറഞ്ഞത് പീറ്ററിൻ്റെ വിളിയും നിയോഗവും തമ്പുരാന് വേണ്ടിയാണ്, ആത്മീയ രംഗത്ത് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ തന്നെയാണ്. അതുകൊണ്ട് പീറ്റർ ഇനി മറ്റൊരു മേഖലയിൽ പോകണ്ട. ഇത് തന്നെ പ്രിയ സഹോദരനും എൻ്റെ അടുത്ത് വന്ന് ഒരിക്കൽ ഷെയർ ചെയ്തു. ബേബി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു മായില്ല. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സഹോദരൻ ചെയ്ത ഡിവോഷണൽ സോങ്സൊക്കെ എത്ര ഹൃദ്യമാണ്, എത്രയോ ആളുകൾ കേട്ടാണ്, എത്രയോ പേർക്ക് ദൈവിക അനുഭവങ്ങൾ, എത്രയോ പേർക്ക് രോഗശാന്തി. അപ്പോൾ സഹോദരനിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയ ഗാനങ്ങളാണ് എന്ന് പറയുകയും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് വേറൊരു ലെവലിലേക്കായി. അതിൻ്റെ ഒരു ഉദാഹരണം സഹോദരൻ പറയും, അതെന്താണെന്ന്. അതെ, പിന്നീട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ തെന്നലിലെ ഗാനങ്ങളെല്ലാം ഹൃദ്യമാണ്, അതായത് വളരെ മനോഹരം. എല്ലാ സിംഗേഴ്സും പാടിയിട്ടുണ്ട്. നല്ല രചയിതാക്കൾ, നമ്മുടെ ബിമൽകുമാർ രാമങ്കരി സാറ്, അതുപോലെ തന്നെ ശബരിമണി സാറ്, അങ്ങനെ നല്ല രചയിതാക്കൾ എഴുതിയിരിക്കുന്നില്ല, നല്ല പാട്ടുകളാണ്. പക്ഷേ പറഞ്ഞതുപോലെ ഈ ആൽബത്തിലെ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തേക്കുള്ള ആ ചുവടുവയ്പ്പിൽ ഇങ്ങനെ മാറ്റപ്പെട്ടപ്പോൾ ശ്രോതാക്കൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച്, ബേബിച്ച ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് സഹോദരാന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത വഴി നോക്കാം, ഇനിയിപ്പോൾ എന്താ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ട്രാക്കുണ്ടല്ലോ, ഈ പാട്ടുകളിലെല്ലാം ട്രാക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ഇതായിക്കൂടാ, നമുക്കത് എഴുതാൻ പറ്റിയ ആൾ കൂടെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം എന്നാൽ ആദ്യമേ തന്നെ നമുക്കൊരു പാട്ട്, ആദ്യത്തെ പാട്ട് നമുക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം ട്യൂണ് തരികയാണ്. അത് മഞ്ഞമന്താരം പൂത്തു എന്ന് പറഞ്ഞൊരു പാട്ട്, അതിലെ ആൽബത്തിലൊരു മനോഹരമായ ഗാനം. ഇനി ഏതായാലും കേൾക്കാൻ ഒന്ന് പാടിക്കും. ഒരു ടീച്ചർ എഴുതിയൊരു പാട്ടാണത്. പീറ്റർ വേറെ ഒരു സെക്കുലർ ആൽബം എടുക്കുമ്പോഴേക്കും ഈ പാട്ടൊന്ന് ചെയ്തു നോക്കുമെന്ന് പറഞ്ഞ് തന്നതാണ്. അതാണ് ഞാൻ ഈ തന്നെയല്ല ഒരു പാട്ട്, അത് സുജാത ചേച്ചിയാണ് അത് പാടിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: മഞ്ഞമന്താരം പൂത്തു, മഞ്ഞക്കണിക്കൊന്ന പൂത്തു, മഞ്ഞക്കിളിപ്പെണ്ണെ വാവാ, ചൂളമടിക്കാൻ വാവാ. ഈ വരികളെടുത്ത് മാറ്റിയിട്ട് സഹോദരനെ കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിപ്പിച്ചു: കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ
ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. അതെ, ചൂളവടി മാറ്റി കൂടെ കളിക്കാനായതൊരു ഇത് ഹിറ്റായി. അതെ അതെ അതെ, അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ടായിട്ട് മാറ്റി. പിന്നീട് കുഞ്ഞുങ്ങളൊക്കെ എവിടെയൊക്കെ ഈ ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അവിടെയൊക്കെ ഈ വേദികളിൽ എല്ലാം ഈ പാട്ടെടുത്ത് ഡാൻസ് ചെയ്യാനും പാടാനും ഒക്കെ തുടങ്ങി. പിന്നീട് അതങ്ങോട്ട് ഭയങ്കര ഹിറ്റായി. ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അതിൻ്റെ ആദ്യത്തെ 4 വരി. ബിന്ദു തോമസ് കോറസൊക്കെ പാടിയിരുന്ന വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു പ്രധാന മെമ്പറായിരുന്നു, ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പം ബിന്ദു തോമസ് ആണ് അതിൻ്റെ ആദ്യത്തെ 4 വരി പാടിയിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ കോറസ് ഗ്രൂപ്പ് എല്ലാവരും കൂടി ചേർന്ന് പാടി മനോഹരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ പാട്ട്. അതുപോലെ അതിൽ ഓരോ പാട്ടുകളും ഓരോ ഗാനങ്ങളും ദൈവം, അത് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിറവേറ്റും എന്നുള്ളത് തന്നെ അർത്ഥം വന്നത്. കാരണം അതിലെ മുഴുവൻ ഗാനങ്ങളും മറ്റ് ക്രിസ്തീയ ഭക്തിഗാന മേഖലയിലേക്ക് കടന്നു വന്നു. ആ ഗാനങ്ങളൊക്കെ ദൈവം അനുഗ്രഹമാക്കി. പാട്ടിന്റെ എല്ലാ ഗാനങ്ങളും രചിച്ചത് ബേബിച്ചേട്ടൻ തന്നെയാണ്. എല്ലാമല്ല, പലരും ഉണ്ട്. പക്ഷേ ഈ പാട്ട് എമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു ആൽബത്തിലാണ് കടന്നു വന്നത്. പക്ഷെ അതിൽ തന്നെ വേറൊരു മനോഹരമായ പാട്ടുണ്ട്, എൻ്റെ മുഖം വാടിയാൽ. എൻ്റെ മുഖം വാടിയാ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. അതുപോലെ ഞങ്ങളുടെ കോമ്പിനേഷനിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. ഇത്തരം ദുഃഖകരമായ അവസ്ഥകൾ കടന്ന് അതിമനോഹരമായിട്ടുള്ള ഈ കാലവും കടന്നു പോകും എന്നും പറഞ്ഞൊരു പാട്ടിനുണ്ട്, ഇലവൊഴിയും കാലങ്ങൾക്കപ്പുറം. ഞാൻ പല വേദികളിൽ ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. ആൻ്റണി ഉരുളിയാനിക്കലച്ചൻ കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് അനേക സംഗീത സംഭാവന ചെയ്ത അച്ഛനാണ്, നമുക്കറിയാം, CMI. ആ അച്ഛന് രോഗബാധിതനായിരിക്കുമ്പോൾ അച്ഛനെ ഞാൻ കാണാൻ ചെല്ലുകയാണ്. വാഴക്കുളത്ത് ഒരാശ്രമത്തിൽ കാണാൻ ചെല്ലുമ്പോൾ തീരെ വയ്യാത്ത അവസ്ഥയിൽ ക്ഷീണിതനായിരിക്കുന്ന അച്ഛൻ്റെ അരികിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛ കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പാട്ടുകൾ ചെയ്യുക. അച്ഛൻ പറഞ്ഞു, തീരെ വയ്യ, നല്ല പെയിനാണ്, ഈ രോഗത്തിൻ്റെ പിടിയിലമർന്ന അവസ്ഥയിൽ. അങ്ങനെ ഇരിക്കവേ ഞാൻ പറഞ്ഞു, അച്ഛ ഇതൊക്കെ മാറും, അച്ഛൻ നല്ല ബലവത്തായ ഒരു അനുഭവത്തിൽ കടന്നു വരും എന്നൊക്കെ പ്രത്യാശ വാക്കുകൾ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ രോഗാവസ്ഥയിൽ അച്ഛനാകെ ക്ഷീണിതനായിരിക്കുക. ആ സമയത്ത് ഈ ആശ്രമത്തിൻ്റെ പിൻഭാഗത്തൊരു വലിയ തണൽമരം ഉണ്ടായിരുന്നത് മുൻപ് ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് നോക്കുമ്പോൾ അതിങ്ങനെ ഉണങ്ങി നിൽക്കുക, ഒറ്റയില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ ഇതെന്നാണ് ഉണങ്ങിപ്പോയെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അത് ഉണങ്ങിയതല്ല വേവിച്ച, അത് ഇല കൊഴിഞ്ഞെന്നേ ഉള്ളൂ. മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞ് വീഴുമ്പോൾ അത് തളിർത്ത് വരും. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പം അച്ഛൻ്റെ അവസ്ഥ പോലെ അച്ഛൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അച്ഛൻ തീർന്നു എന്നാ. അല്ല അച്ഛ, ദൈവം, അത് ഞാൻ കുർബാന കൂട്ടിയാണ് പറഞ്ഞത്, ദിവ്യകാരുണ്യ ഈശോ അച്ഛനെ തൊടുമ്പോൾ അച്ഛന് പുതുജീവൻ നൽകും, അച്ഛനെ ഉണർത്തും എന്ന് പറഞ്ഞപ്പോൾ ഇലകൾ വരും, ജീവിതത്തിൽ പച്ചപ്പ് വരും. അച്ഛൻ പറഞ്ഞു, നീ ഫിലോസഫി പറയുമെന്ന് പറഞ്ഞ് ചിരിച്ചു. പക്ഷേ അവിടെ സംഭവിച്ചൊരു കാര്യം, ആ ഇടവകയിൽ കാർമൽ പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൊച്ചു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അവർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി ഇവർ പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങളുടെ അച്ഛന് പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ തയ്യൽ സാറേ, സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ സൗഖ്യദായകനായ ദൈവം അച്ഛന് പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ഈ കീമോയൊക്കെ ചെയ്ത് മുടിയൊക്കെ കൊഴിഞ്ഞു പോയ അവസ്ഥയിൽ നിന്നും അതൊക്കെ മാറിയിട്ട് മുടി വന്നു, ആരോഗ്യം തിരിച്ചു കിട്ടി, പ്രത്യാശാപരമായ ജീവിതമായി. ഏതായാലും ആ അനുഭവത്തിൽ നിന്നും ചിന്തയിൽ നിന്നും ഒരു ഗാനം ഞാൻ ഡയറിയിൽ കുറിച്ച് വെച്ചു. ഇന്ന് ഞാൻ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അവിടെ ഇല കൊഴിഞ്ഞ ഒരു മരത്തിൽ നിന്നും കിട്ടിയ ഒരു പാഠം ഞാൻ അച്ഛനോട് പങ്കുവെച്ചു. എനിക്ക് പ്രത്യാശയുണ്ട്, അച്ഛൻ തിരിച്ചു വരും, ബലം പ്രാപിക്കും. ഏതായാലും അതുകൊണ്ട് ഞാൻ കുറിച്ച് വയ്ക്കുന്നു, ഇല പൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന കാലമുണ്ട്, കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ട്. പ്രത്യാശയോടെ ദൈവത്തെ നോക്കുക, ആ ദൈവം ഉത്തരമരുളും. ഇങ്ങനെയുള്ള ആ ഡയറി കുറിപ്പ് കണ്ടെടുത്ത പീറ്റർജി പിന്നീട് ഞങ്ങൾ ഒരുമയോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പോളിച്ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തയ്യാറെടുത്ത്
ഒരുങ്ങി ദൈവം അനുഗ്രഹിച്ച ഒരു ഈരടിയാണ് പിന്നീട് ആ ഗാനമായി മാറിയത്. ഇപ്പോൾ ഇങ്ങനെ ഈ ഇല പൊഴിഞ്ഞിരിക്കുന്ന ഒരുപാട് ഇനി എന്ത് ചെയ്യുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പരിപാടി കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി അവർക്കൊരു തളിരിട്ട കാലം ഇനിയും ഉണ്ട്, തളിരിടാനൊരു കാലമുണ്ട് എന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പാട്ടൊന്ന് പാടും. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നിൻ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. പീറ്ററേട്ടൻ്റെ പല പാട്ടുകളും പല പ്രമുഖരായ ഗായകരും പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു യേശുദാസ് അതുപോലെ ചിത്രയും ഒരുമിച്ച് പാടിയ ഒരു പാട്ടുണ്ട്, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത്. എനിക്ക് തോന്നുന്നു യേശുദാസ് ആദ്യമായിട്ട് പീറ്ററേട്ടൻ ഒരു പാട്ട് പാടുന്നതും ആകാനോ വഴി. അതെ അല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത് എന്ന പാട്ട് അത് മലയാളം മുഴുവൻ പാടിയൊരു പാട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു 2 ലൈനൂടെ കേട്ടാലോ? ഈ പാട്ട് ഉണ്ടാകാനായിട്ട് ഒരു കാരണം, ഒരിക്കലും ഞാൻ ഇതുപോലെ കമ്പോസ് ചെയ്യാനായിട്ട് ബേബിയെ വിളിച്ചു വരുത്തി. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് സൗരം പറഞ്ഞു, നമുക്ക് ആദ്യം വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇരിക്കാം. കാരണം വെറുതെ ഡ്രൈ ആണ് ഞങ്ങൾക്ക് ഒന്നും എങ്ങനെ തുടങ്ങണമെന്നോ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയം. അങ്ങനെ രാവിലെ പോയി വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് വീട്ടിൽ വന്നു. പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കുക. അപ്പം ഞാൻ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ, എന്തായാലും തെന്നൽ എന്ന ആൽബം ഇറങ്ങി അത് കഴിഞ്ഞ് ആ ഒരു പശ്ചാത്തലത്തിൽ ഞാനിങ്ങനെ കുറച്ച് നാൾ പാട്ടുകളൊക്കെ ചെയ്യാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ജീവിതം തന്നെ എടുക്കാം എന്ന് വെച്ചാൽ, ഞാൻ ഈ കഴിവുകൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാതെ ഈ ലോകത്തിന് വേണ്ടി കഴിവുകൾ മാറ്റിയപ്പോൾ അതിലൂടെ എന്നിലൂടെ ഉണ്ടായ ഒരു പരാജയം, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകാതെ പോയ സന്തോഷം, അതിന് കാരണം എന്താണ്? ഞാൻ എൻ്റെ ജീവിതം ലോകത്തിന് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ ലോകത്തിന് വേണ്ടി കൊടുത്തു. പീറ്ററേട്ടൻ എപ്പോഴും സന്തോഷവാനുമാണ്. അതെ, അത് ശരിയാണ്. പക്ഷേ ഈ ആത്മീയ തലത്തിൽ ആ സമയത്ത് ഞാൻ ഇത്തിരി ഡള്ളായിരുന്നു. കാരണം ഈ തെന്നലിൻ്റെ പരാജയം ഒരുപാട് ഒരു 1-2 മാസം ഞാൻ ഡള്ളായിട്ട് ഇരിക്കാനായിട്ട്, ആത്മീയ ജീവിതത്തിൽ നിന്ന് പോലും തെന്നി അല്ലേ? അതായത് എനിക്കത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് സഹോദരൻ പറയുന്നത്, സഹോദരൻ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എന്താ പറയുക, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. പക്ഷേ ഇങ്ങനെ എല്ലാ പരാജയ സമയത്തും സഹോദര ഒരു കുഴപ്പമില്ല എന്ന് കൂടെ നിൽക്കാൻ എപ്പോഴും അതെ കേട്ടോ. എൻ്റെ ജീവിതത്തിലെ താങ്ങായി തണലായി ഒരു ആശ്വാസമായിട്ട് എൻ്റെ സഹോദരന് തുല്യമായിട്ട് തന്നെയാണ് ബേബി എന്നോടൊപ്പം നിന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഒരുപാട് ആളുകൾ തന്നെ സംശയമാണ്, നിങ്ങൾ തമ്മിൽ സഹോദര ബന്ധമുണ്ടോ, രക്തബന്ധമുണ്ടോ? തീർച്ചയായിട്ടും അതെ, ഒരു അമ്മ പെറ്റു എന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുക, ഉണുണ്ണുക, ഉറങ്ങുക, അതുപോലെ ഒരു ബന്ധം, ഗാഠമായ ഒരു ഉണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിലൊക്കെ എപ്പോഴും ബേബി ഞങ്ങളുടെ വീട്ടിൽ വരും. ഇപ്പോഴും ഞങ്ങൾ അവിടെ ഇരിക്കും. അതെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എന്താണ് ഭക്ഷണം കഴിക്കുന്നു, യാത്ര ചെയ്യുന്നു, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കെട്ടുവള്ളം, അതുപോലെ തന്നെ ചെങ്ങാടം, പിന്നെ ചീനവല. അതെ, അതായത് ആ കാലഘട്ടത്തിലെ ആ ഗ്രാമീണമായിട്ടുള്ള എല്ലാ അന്തരീക്ഷങ്ങളിലും ഞങ്ങൾ എൻജോയ് ചെയ്യുകയും. പിന്നെ ദൈവാനുഗ്രഹത്തിന് അന്ന് മൊബൈൽ അത്ര തരംഗമായിട്ടില്ല. ഇല്ല, മൊബൈൽ ഇല്ല, മൊബൈൽ ഇല്ലാത്ത കാലഘട്ടം. നമ്മൾ മുഖത്ത് നോക്കിയിരിക്കും. അതായത് മൊബൈൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് കടന്നു വരുന്ന ആശയങ്ങൾ. അപ്പോൾ ഈ ഒരു ആശയം ഞാൻ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയ ആ അവസ്ഥയെക്കുറിച്ചിട്ട് ഒന്ന് വരികൾ എഴുത്. അപ്പോൾ ആ നിമിഷം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു വരികൾ കടന്നു വരികയും ഞാൻ സഹോദരൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആശയം കടന്നു വരുന്നുണ്ട്. അപ്പോൾ സഹോദരൻ്റെ ഉള്ളിലും
ഇതേപോലെ തന്നെ വേറൊരു അനുഭവമുണ്ട്. ആ, അത് ഈ അനുഭവങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ ദൈവത്തെ മറന്നു കുഞ്ഞ് എന്ന് പറയുന്ന പാട്ടുണ്ടാവുന്നത്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് 5-6 മിനിറ്റ് എടുത്തിട്ടുള്ള ആ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ തെന്നിപ്പിച്ചത് ഈ ഒരു പാട്ടിന് വേണ്ടി ആയിരിക്കാനാ സാധ്യത. ആയിരിക്കും സഹോദര. അല്ല, ഈ രണ്ട് പേരുടെയും എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ട് അതിൻ്റെ തന്നെ. അത് സമയമില്ല അപ്പം. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ ആശയം ഇങ്ങനെ സംശീലിച്ച് വെച്ചിരിക്കുക. കൃത്യം ഇദ്ദേഹം പറഞ്ഞപ്പോൾ അത് അപ്ലൈ ചെയ്തു. കൃത്യം ഇത് പാട്ട് പെട്ടെന്ന് ഞാൻ കോറിയിട്ടു. ആ നിമിഷം തന്നെ ഒരു 4 മിനിറ്റ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ളൂ, ഒരു 3-4 മിനിറ്റ് വെറുതെ അദ്ദേഹം ലിറിക്സ് എടുത്തിട്ട്, അപ്പം ഞാൻ ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത്, ദൈവമല്ലേ വലിയ എഴുതി തീരുന്ന എന്നെ മ്യൂസിക് വിടൂ. അല്ല, ആഴമായ അർത്ഥം, വലിയ സാഹിത്യമൊന്നും ഇല്ലല്ലോ. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത്, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. പല്ലവി മാത്രം ചെയ്യാനായിട്ട് ഒരു 1.5 മിനിറ്റ് ആ പാട്ട് നമ്മൾ പാടി വരില്ലേ, അത്രേ ഉള്ളൂ. എഴുതിയ സമയത്ത് തന്നെ എഴുതിയ സമയത്ത് ഞാൻ ഓർക്കുന്നു അദ്ദേഹം ലിറിക്സ് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുവാണ്. ഉടനെ പുള്ളി കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ, പൊന്നുകുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ഇത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് പാട്ട് തീർന്നു. അതിന് പറ്റിയ ഓർക്കസ്ട്ര അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരുടെ ആത്മകഥമായിരുന്നു ഈ വരികൾ മുഴുവൻ. അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ ഇതിനെ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മ്യൂസിക് പകരാനൊക്കെ കഴിഞ്ഞത്. രണ്ടുപേരുടെ അനുഭവമാണിത്. അല്ല, ഇത് അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നൈക്ക് ദാസേട്ടനെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, വിളിക്കുമ്പോൾ പ്രഭചേച്ചി എടുക്കും. അപ്പം ചേച്ചി, ഹലോ ആരാ ചേച്ചി, ഞങ്ങൾ കേരളത്തിൽ നിന്നാ, ആരാന്ന് പറ. അപ്പോൾ ഞങ്ങൾ പറയും ദൈവത്തെ മറന്നു കുഞ്ഞെ എഴുതുക. ആ മോനെ, ആ നല്ല പാട്ടാ കേട്ടോ ചേച്ചി അവിടെ നിന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം അത് പിന്നീടാണ് കേട്ടോ, ഇത് പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്. അതൊക്കെ. പക്ഷെ ഈ പാട്ട് ദാസേട്ടൻ പാടാനായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് സുരഭി തിയേറ്ററിൻ്റെ ഓണർ, ചാലക്കുടിയിൽ ആ തിയേറ്ററിൻ്റെ ഓണർ സാംസൺ പാണാടൻ എന്ന് പറയുന്ന ആളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അന്ന് ഏതോ ഒരു ഫിലിം, വൈറ്റ് കോളർ ശിവസുബ്രഹ്മണ്യം, അതെന്നെ എനിക്ക് ഓർമ്മയില്ല. അതെ അതെ. ആ സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ച് സ്ക്രിപ്റ്റ് എല്ലാം തയ്യാറായി. എനിക്കൊന്നുകൊണ്ട് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ആ സമയത്താണ് ഈ പാട്ട്. അപ്പം ഞങ്ങൾ ഈ ഭക്തിഗാനം എഴുതുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് വേറെ പാട്ട് എഴുതാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഭക്തിഗാനമാണെങ്കിൽ ചെയ്യാം. അങ്ങനെയാണ് ഈ പാട്ട് അപ്ലൈ ചെയ്യാൻ സാംസൺജി തീരുമാനിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാട്ട് നമുക്ക് ആ ഫിലിമിലെടുക്കാം, നമുക്ക് ദാസേട്ടനെ കൊണ്ട് ചിത്ര ചേച്ചിനെ കൊണ്ട് പാടിപ്പിക്കാം. അല്ലാതെ ഇത് കാസറ്റിന് വേണ്ടിയല്ലത്, ഇത് ചെയ്തത് ഒരിക്കലും കാസറ്റിന് വേണ്ടിയല്ലായിരുന്നു. അങ്ങനെ ദാസേട്ടനെ കൊണ്ടും ചിത്ര ചേച്ചിനെ കൊണ്ടും ആ സിനിമയ്ക്ക് വേണ്ടി പാടിപ്പിക്കുന്നത് സാംസൺ പാണാടൻ. അങ്ങനെയാണ് അത് അവർ രണ്ടുപേരും അത് പാടുന്നതും. അത് സിനിമ ഷൂട്ടിംഗ് നടന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ സിനിമ നിന്നുപോയി. അങ്ങനെ നിന്നുപോയി. പിന്നീട് പാട്ടിറങ്ങിയ പിന്നീട് അദ്ദേഹം പറഞ്ഞ് നമ്മൾ എന്തായാലും പാട്ടെല്ലാം ചെയ്തു വെച്ചേക്കാണ്. വേറെ പല പാട്ടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡിവോഷണൽ അല്ലാത്ത പാട്ടുകളും പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടുകൾ ഡിവോഷണൽ ഒരു ആൽബമായിട്ട് എന്നോട് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് പീറ്ററെ, നമുക്ക് വേറെ കുറേ പാട്ടുകളും കൂടി അത് ചെയ്തിട്ട് നമുക്കൊരു ആൽബം ആക്കാം. അങ്ങനെയാണ് ലോർഡ് ജീസസ് എന്ന് പറയുന്ന ആൽബം ഇറങ്ങുന്നതും അത് പുള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആവുന്നതും. പിന്നീട് ആ ആൽബത്തിൽ ഈ പാട്ട് കടന്നു വരികയും ആ ആൽബം പിന്നെ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു. അതിൽ ഫീമെയിൽ വെർഷൻ ചിത്ര ചേച്ചി പാടി. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ പാട്ട് പാടുന്ന സമയത്ത് പറഞ്ഞിരുന്നു, വളരെ മനോഹരമായ ലിറിക്സും വളരെ മനോഹരമായ മ്യൂസിക്കും, ഇത് ഷുവറായിട്ടും ഹിറ്റാവുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും അവർ ചിന്തിച്ചതുപോലെ തന്നെ ഈ പാട്ട് ദൈവജനം ഏറ്റെടുത്തു. ദൈവമഹത്വത്തിന് വേണ്ടി ജനം മുഴുവനും പാടുന്നുണ്ട്. ചേട്ടാ, നിങ്ങളുടെ ഒരുമിച്ചുള്ള നിങ്ങളുടെ സംഗീത യാത്രയിൽ ഒരുപാട് ഹിറ്റുകൾ ദൈവം സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു 10 പാട്ടുകൾ എടുത്താൽ അത് ഏതൊക്കെയായിരിക്കും? ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും,
ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം, സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം, ഓ കർത്താവിൻ സങ്കീർത്തനം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു, മിഴികളിൽ സ്നേഹമൊഴുകുന്നു. ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഈ സംഗീത ലോകത്ത് സംഗീതം കൊണ്ട് ചിലർ ഗാനങ്ങൾ രചിക്കുന്നു, ഗാനങ്ങൾ മാത്രം രചിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ സംഗീത വചന പ്രഘോഷകരാണ്. ശരിക്കും വചന പ്രഘോഷണ രംഗത്തും ദൈവത്തിന് മഹത്വം. വചന പ്രഘോഷണ രംഗത്ത് ശരിക്കും ആത്മാക്കളെ നേടിയെടുക്കുവാൻ അത് സംഗീതത്തിലൂടെ, സംഗീത ശുശ്രൂഷയിലൂടെ, വചന ശുശ്രൂഷ അതിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ നേടിയെടുക്കുന്ന ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ. ആ വചന പ്രഘോഷണ വേദിയിലെ നല്ല അനുഭവങ്ങൾ ഒന്ന് പറയാം. തീർച്ചയായും ഞങ്ങൾ ഇരുവരും ഈ വചന പ്രഘോഷണ മേഖലയിൽ എളിയ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പലരും പറയും, പീറ്ററെ നല്ല പാട്ടാണ് കേട്ടോ, ബേബിച്ച നല്ല പാട്ടാണ് കേട്ടോ. തൈൽ സാറേ, സത്യത്തിൽ അത് കേൾക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ മാറി എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, സഹോദര എന്നതാ സഹോദര അവർക്ക് പറയുന്നേ. കാരണം ഒന്നുമില്ലെന്നേ, വെറും വട്ടപൂജ്യത്തിൽ നിന്നുള്ള പ്രവർത്തനമാണല്ലോ. അപ്പോൾ ദൈവം എത്രയോ മഹോന്നതനാണ്. എന്തുമാത്രം നമ്മുടെ നന്ദി കൊണ്ട് തീർത്താൽ തീരില്ല ജീവിതം. ആ കാര്യം ഓർക്കുമ്പോൾ ഇന്നിപ്പോഴും മനസ്സും കണ്ണും നിറയുന്നു. അപ്പം അതിൽ നിന്നുള്ള ആ സ്നേഹസാക്ഷ്യങ്ങൾ കൊടുക്കാൻ ഈ വചനവേദികളൊക്കെ കയറി നിൽക്കാറുണ്ട്, ദൈവം വഴി നടത്താറുണ്ട്. അങ്ങനെയാണ് ദൈവത്തിന് വഴി നടത്താൻ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളെ യോജിപ്പിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങളാണ് ഭൂമിയിൽ എത്രയോ മനുഷ്യരെ നിങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്തു.
തീർച്ചയായിട്ടും പോളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ദീർഘനാൾ ഇനിയും മന്ന പൊഴിക്കുന്ന സ്വർഗീയ സംഗീതം ആളുകളിലേക്ക് പകർന്നു നൽകുവാൻ ജഗദീശ്വരൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് ആയുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രൈസ് ഗോഡ്. താങ്ക് യു.